ചടങ്ങ് നിവർത്തിക്കുന്നത് പോലെ 2 മണിക്കൂർ 52 മിനിറ്റ് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, വാഗ്ദാന ലംഘനങ്ങൾ തുടർന്നു. കർഷകർക്ക് അനുകൂലമായ ഒരു കാര്യമില്ല. റബ്ബറിന് 250 രൂപ നൽകുമെന്നുള്ള വാഗ്ദാനം അങ്ങനെ വാഗ്ദാനം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നടപ്പാക്കുന്നില്ല. പാക്കേജുകൾ 15,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജിനെ പറ്റി ഇത്തവണ മിണ്ടിയിട്ടേയില്ല. എത്ര ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ നിയമസഭയിൽ ചോദ്യം എഴുതിയിട്ടിരുന്നു. അതിൽ ഈ കഴിഞ്ഞ സർക്കാർ അധികാരത്തിന് വരുന്നതിന് തൊട്ടു മുമ്പാണ് മുഖ്യമന്ത്രി കട്ടപ്പനയിൽ വന്ന് പ്രഖ്യാപനം നടത്തിയത്. പിറ്റേ വർഷം 75 കോടി, പിറ്റേ വർഷം 75 കോടി, പിന്നെ ഒരു 56 കോടി രൂപയുടെ AS കൊടുത്തു എന്ന് പറഞ്ഞു. എല്ലാം 90% നടപ്പാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കളക്ടറെ വിളിച്ച് ചോദിച്ചു, ഇടുക്കി പാക്കേജിൽ എത്ര രൂപയുടെ ചിലവഴിച്ചിട്ടുണ്ട്? 1 രൂപയും ചിലവഴിച്ചിട്ടില്ല. ഇത്തവണ നിശബ്ദത പാലിച്ചു, ഇടുക്കി പാക്കേജിനെ വേണ്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള കുറേ വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഇവർക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ വാരിക്കോരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുക. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ സർക്കാർ 3ാം വട്ടം വരുമെന്ന് ഇപ്പോൾ പറയുന്നില്ല. സ്വർണ്ണപ്പാളിയെ സംബന്ധിച്ചുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ വാഗ്ദാനങ്ങൾ, പൊള്ളയായ വാഗ്ദാനങ്ങൾ, ശമ്പള കമ്മീഷൻ, ആശാ വർക്കർമാർക്ക് ഇത്രയും നാളും ആശാ വർക്കർമാരെ തള്ളിപ്പറഞ്ഞിരുന്നവർ ഇപ്പോൾ 1000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ വളരെ ദുഃഖകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിൽ ചെന്നയാളുടെ കൈ ചികിത്സിച്ചുകൊണ്ട് കൈ മുറിച്ചു കളയും. പ്രസവ സംബന്ധമായ രോഗത്തിന് കാര്യത്തിൽ ചെന്ന ആളുടെ ഞരമ്പ് മുറിഞ്ഞ് വളരെ ഗുരുതരമായ നിലയിലെത്തിയിരിക്കും. എല്ലാ മേഖലകളിലും നിർജ്ജീവമായ സ്ഥിതി. അഴിമതികളെപ്പറ്റി എന്തെല്ലാം പറഞ്ഞാലും ഹൈക്കോടതി ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ഈ സ്വർണ്ണപ്പാളി മോഷണം, സ്വർണ്ണപ്പാളി എന്നുള്ളത് തിരുത്തി ചെമ്പുപാളി എന്നാക്കി ഒപ്പിട്ട ദേവസ്വം ബോർഡ് ചെയർമാനെ അറസ്റ്റ് ചെയ്തു. പിന്നെ കേസ് ചാർജ് ചെയ്യാത്തതുകൊണ്ട് ജാമ്യം കിട്ടി പുറത്തു വരുന്നത്. അതുകൊണ്ട് അവർ കുറ്റവിമുക്തരാകുന്നില്ല, തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടിയിരിക്കും. അതുകൊണ്ട് ഈ നിലയിലൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിന് ഇനിയും അധികാരത്തിൽ വരാൻ ഒരു അർഹതയുമില്ല. ജനങ്ങളുടെ മുമ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വളരെ വ്യക്തമാണ്. ഞങ്ങൾ തൊടുപുഴയിൽ ചേർന്നൊരു യോഗത്തിൽ അന്ന് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയിട്ടുള്ള എല്ലാ ജില്ലകളിലും കാറ്റ് മാറി വീശി. പിന്നെ കാറ്റ് മാറി വീശിയത് എല്ലാവരുടെയും കൂടെ അധ്വാന ഫലമായിട്ടാണ്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രമാണ്. കേരള കോൺഗ്രസിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങണം. അതിലിപ്പോൾ ഈ സീറ്റ് ചർച്ചയെ പറ്റിയ പത്രങ്ങളിലും മീഡിയയിൽ വരുന്ന വാർത്തകൾ ഒന്നും അടിസ്ഥാനമുള്ളതല്ല. അതൊക്കെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ള പൊതുവൊരു പരാമർശമല്ലാതെ മറ്റുള്ളൊരു കാര്യങ്ങളെപ്പറ്റി പറയുന്നതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ബഹുഭൂരിപക്ഷം സീറ്റുകളും ജയിക്കാൻ കഴിയും. അതിനുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം, ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു.